ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ആരംഭിച്ചിട്ട് 2 മണിക്കൂർ പിന്നിടുമ്പോൾ 15% പോളിംഗ് നടന്നതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി RSPയുടെ മണ്ഡലം ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും RSP നേതാവുമായ UDF നേതാവുമായ ശ്രീ ഇളമാട് ഗോപി സാക്ഷി TVയോടൊപ്പം ചേർന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് UDFും LDFും NDA അങ്ങനെ 3 സ്ഥാനാർത്ഥികളാണ് പറയുന്നത്. അതിൽ പ്രധാനമായും UDFും LDFുമാണ് നേർക്കുനേറുള്ള മത്സരം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. NDA മത്സരരംഗത്തുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് ഒരു വലിയ പ്രവർത്തനമോ അല്ലെങ്കിൽ കഠിനമായ ഒരു രീതിയിലൊന്നും കാണാൻ കഴിയുന്നില്ല. അത് വസ്തുതയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ആവേശകരമായ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് മാത്രമായതുകൊണ്ടാണ്. ആ ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് മാത്രമാകുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രവർത്തകരും നേതാക്കന്മാരും അണികളും എല്ലാം ഏകോപനമുണ്ടായി വന്ന് കൂടുമ്പോഴാണ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത്. ആകമാന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത്രയും ഒരു ജനപ്രവർത്തനങ്ങളും കുറഞ്ഞുണ്ട്. ഇതിൽ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാനസികമായി പിരിമുറുക്കം ഉണ്ടാക്കുവാനോ സംഘർഷാവസ്ഥ ഉണ്ടാക്കുവാനോ അതിലൂടെ നാട്ടിൽ അരാജകത്വം വരുത്തുവാനോ ഇടപെടുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട പ്രവർത്തകരാണ് എല്ലാവരും. അത് UDF ആയാലും LDF ആയാലും NDA ആയാലും ആരായാലും പോലും. പക്ഷേ അത് മനസ്സിലാക്കാതെ ഈ പരസ്പര വിദ്വേഷവും സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമായിരിക്കണം. ഇന്നത്തെ തിരഞ്ഞെടുപ്പ് നാളത്തെ റിസൾട്ടും കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സഹോദരങ്ങളെ പോലെ ഒറ്റക്കെട്ടായി ഒരേപോലെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരും പരസ്പരം കാണേണ്ടവരും ഒക്കെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്വേഷം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കുകൾ അവർ കറണ്ട് കൊടുക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ പണിയെടുക്കുന്നവർക്ക് അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാനോ കഴിയില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇപ്പം തന്നെ എൻ്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ട്. അതായത് കാരണം പൂങ്കോട് പമ്പ് ഹൗസിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തില്ല, ഒരു 10-12 ദിവസം കൊണ്ട് മനഃപൂർവ്വം ചെയ്യാത്തതാണ്, ഇലക്ഷനായതുകൊണ്ട് ചെയ്യാത്തതാണ്, അത് മനഃപൂർവ്വം വെള്ളം കൊടുക്കാത്തതാണ്, വോട്ട് തെറ്റാനുള്ള പരിപാടിയാണ്, ജനങ്ങളെ തിരിച്ചെടുക്കുന്ന. അങ്ങനെയൊന്നുമല്ല. ഒരു കാരണവശാലും പമ്പിങ് നടത്തുമായിരിക്കുവാനോ ഇലക്ട്രിസിറ്റിയിൽ കറണ്ട് കൊടുക്കാതിരിക്കാനോ കഴിയില്ല, ആർക്കും കഴിയില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ കറണ്ടിൻ്റെ അപാകതയോ അല്ലെങ്കിൽ ലൈൻ പൊട്ടുകയോ അങ്ങനെ ഞാൻ പറയുമ്പോഴേ അങ്ങനെ സംഭവമാണ്. അത് തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അങ്ങനെ ആരോടും പരസ്പര വിദ്വേഷം വേണ്ട. UDF ബന്ധപ്പെടുന്ന മേഖലയായാലും LDF ബന്ധപ്പെടുന്ന മേഖല അങ്ങനെ പരസ്പര വിദ്വേഷത്തിൻ്റെ ആവശ്യമില്ല. മറിച്ച് ജനങ്ങളിൽ നമ്മുടെ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്തെന്നുള്ള ജനങ്ങളിൽ ബോധ്യപ്പെടുകയും ചെയ്താൽ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യും. നമ്മൾ പ്രചരണവും പ്രസംഗവും അത് വഴിക്ക് പോകും. അതൊക്കെ കളഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ എന്ത് പറയുന്നു, ജനങ്ങളെന്ത് ഉൾക്കൊള്ളുന്നു, ജനങ്ങൾക്ക് എന്ത് കിട്ടി, ജനങ്ങൾക്ക് എന്ത് നേട്ടം, ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ജനാധിപത്യപരമായും മതേതരത്വപരമായി ഇവിടെ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ ജയിക്കേണ്ട ആളുകൾ ജയിക്കണം. അല്ലാതെ സമ്പത്ത് കൊണ്ടും ഭീഷണി കൊണ്ടും കടന്നുകയറ്റം കൊണ്ടും ഒക്കെ വോട്ടാക്കി മാറ്റാമെന്ന് ധരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെയും ജനങ്ങളെയും കൊണ്ടെത്തിക്കും. സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുവാനും സത്യസന്ധമായി ജനങ്ങളെ സമീപിക്കുവാനും അവർക്ക് കിട്ടേണ്ടത് ആനുകൂല്യം എന്ന് പറയുമ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ആനുകൂല്യമല്ല, മറ്റൊരു നേതാവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആനുകൂല്യമല്ല, ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ നിന്ന് വരുന്ന ആനുകൂല്യമല്ല. അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഭരണഘടനാപരമായി അവർക്ക് കിട്ടേണ്ടത് ആനുകൂല്യമാണ്. ആ ആനുകൂല്യം കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അവരെ ഏകോപിപ്പിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ ഒരു അഭിപ്രായം ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തപ്പെടണം. അത് UDF ആയാലും LDF ആയാലും NDA ആയാലും ഏത് സംഘടനയായാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. ജനാധിപത്യപരമായി മതേതരത്വപരമായി സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ LDF ആയിക്കോട്ടെ, നിങ്ങൾ UDF ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, തമ്മിൽ ഒരു വിദ്വേഷവും അഹങ്കാരങ്ങളും അടിയും ബഹളവും ഉണ്ടാകാതെ സമാധാനപരമായ കാര്യങ്ങൾ നടത്തണമെന്ന് എല്ലാവരോടും ഞാൻ RSPക്ക് വേണ്ടി UDFിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.